ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാമ്പിൾ ചെയ്യാൻ പോവാണേ. എക്സാമ്പിൾ നമ്പർ 3 ആണ്. പേജ് നമ്പർ 164 എക്സാമ്പിൾ നമ്പർ 3 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് മൊത്തം അതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് പുസ്തകത്തിലുണ്ട്, ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ നോക്കണം. നമുക്ക് ടേംസ് തന്നിട്ടുണ്ട്. ഇത് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടേംസ് ആണ്. ആദ്യത്തെ 7x-ഉം 12y-യും. സെക്കൻഡ് വൺ 15x - 21x എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ഏതൊക്കെയാണ്? 7x 12y. ഞാൻ പെയർ, അപ്പൊ നമ്മളിവിടെ ഞാൻ കോളം വരച്ച് എഴുതിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എക്സാമിന് ഇങ്ങനെ കോളം വരച്ചൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ പെയർ ഏതൊക്കെയാണ് പെയർ? ഇവിടെയൊക്കെ ആദ്യത്തെ ടേം ഏതാണ്? 7x. രണ്ടാമത്തെ ടേം ഏതാണ്? 12y. രണ്ടാമത് എഴുതി ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 7x-ന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ പറ. ഏതൊക്കെയാ? 7-ഉം x-ഉം. 12y-യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12-ഉം y-യും അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓരോന്നോരോന്ന്. ഇനി സെയിം ഓർ ഡിഫറെന്റ്. ഇവര് സെയിം ആണോ ഡിഫറെന്റ് ആണോ? മേളിത്തത് നമ്മൾ പറഞ്ഞ് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഏത് നോക്കിയാൽ മതി? ഓൾജിബ്രായിക് ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇവര് സെയിം ആണോ? അല്ല, ഇവരെന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ അവർ ലൈക്ക് ആണോ അൺലൈക്ക് ആണോ? അൺലൈക്ക് അല്ലേ? അൺലൈക്ക്. അതിന് നമ്മൾ എന്ത് റിമാർക്സ് കൊടുക്കും? എന്താണ്? ഓൾജിബ്രായിക് ദ വേരിയബിൾസ് ആർ ഡിഫറെന്റ് എന്ന് എഴുതിയാൽ മതി. എന്താണ്? വേരിയബിൾസ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് 15x - 21x. 15x എഴുതിയിട്ടുണ്ട്, -21x. 15x-ന്റെ ഫാക്ടേഴ്സ് എഴുതിക്കേ. 15-ഉം x-ഉം. -21x-ന്റെ എഴുതിക്കേ. -21-ഉം x-ഉം. സൈൻ സഹിതം എഴുതണം കേട്ടോ. ഇവിടെ നോക്കിയേ, നമുക്ക് ന്യൂമറിക്കൽ ഭാഗം നോക്കണോ? വേണ്ട. ഇവിടെ എക്സ്, ഇവിടെ എക്സ്. അവര് സെയിം ആണ്. ഡിഫറെന്റ്, സെയിം ഓർ ഡിഫറെന്റ്? സെയിം. അപ്പൊ അവരെന്ത് ഫാക്ടേഴ്സ് ആണ്? അവരുടെ ടേംസ് ആണ്, ലൈക്ക് ടേംസ് ആണ് അല്ലേ? ഇവിടെ ഒന്നും എഴുതണ്ട, നമുക്ക് ലൈക്ക് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത നോക്കാവേ. -4ab-യും 7ba. -4ab 7ba. ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതുക. -4ab-യുടെ ഫാക്ടേഴ്സ് എഴുതിക്കേ. -4 ഒന്ന്, പിന്നെ അടുത്തത് a, ഇത് b. 7ba-യുടെ എഴുതിക്കേ. 7ba. നമ്മൾ ന്യൂമറിക്കൽ ഭാഗം നോക്കുന്നില്ല, ഇവിടെ നോക്കാം. ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്, ഇവിടെ b ഉണ്ട്, b ഉണ്ട്. ഇത് ലൈക്ക് ആണോ അൺലൈക്ക് ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നരുത്. എ ബി ഒന്ന് ബി എന്ന് എങ്ങനെ കിടന്നാലും, എവിടെ കിടന്നാലും, അതായത് ആദ്യം എ കിടന്നു, അല്ല രണ്ടാമത് ബി, ഇവിടെ രണ്ടാമതാണ് എ, അങ്ങനൊന്നും പ്രശ്നമില്ല. മേളിൽ എ ഉണ്ടെങ്കിൽ താഴെ സെയിം വേരിയബിൾ ഉണ്ട്. മേളിലും താഴെ സെയിം വേരിയബിൾ എവിടെ ആണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതെന്ത് പറയാം? സെയിം ആണെന്ന് പറയാം. Therefore they are like terms. ഓക്കെ, അടുത്തത് 3xy-യും 3x-ഉം. 3xy-യുടെ ഫാക്ടേഴ്സ് എഴുതുവാണ്. 3x y. അടുത്തത് 3x-ന്റെ ഏതാണ്? 3-യും x-ഉം. നമുക്ക് ന്യൂമറിക്കൽ നോക്കണോ? വേണ്ട. ഇവിടെ x ഉണ്ട്, ഇവിടെ x, ഇവിടെ y ഉണ്ട്, ഇവിടെ y ഇല്ല. നിങ്ങൾക്ക് അന്നേരം തന്നെ മനസ്സിലായി ഇത് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തെഴുതാം? അൺലൈക്ക് ടേംസ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് റിമാർക്സ് എന്തെഴുതാം? എന്താണ്? വേരിയബിൾ y ഈസ് നോട്ട് ഇൻ സെക്കൻഡ് ടേം എന്ന് എഴുതാം. അവിടെ റിമാർക്സ് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതാം. അതെന്താണെന്ന് വെച്ചാൽ എഴുതാം. ഇനി അടുത്ത് നോക്കിയേ. 6xy², 9x²y. ആദ്യത്തെ എഴുതാം. ഫാക്ടേഴ്സ് എഴുതുവാണ്. 6xy², 6 ഉണ്ട്, x ഉണ്ട്. y² എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? 2y ഉണ്ടെന്നാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, 9x²y-യുടെ തന്നെയാണ്. 9 ഉണ്ട്, x² എന്ന് പറഞ്ഞാൽ 2x ഉണ്ട്, y ആണോ? ന്യൂമറിക്കൽ നോക്കുന്നില്ല. ഒരു x, ഒരു x. ഇവിടെ ഒരു y, ഇവിടെ ഒരു y. പക്ഷെ ഇവിടെ ഒരു y കൂടുതലുണ്ട്, ഇവിടെ കുറവാണ്, ഇവിടെ x കുറവാണ്. അപ്പൊ ഇതുകൊണ്ട് ഇത് ലൈക്ക് ആണോ? അല്ല. ആയിരിക്കുമ്പോൾ സെയിം, എണ്ണം സെയിം ആയിട്ട് കാര്യമില്ല. മേളിലും താഴെയുള്ള സെയിം ഫാക്ടേഴ്സ് ആയിരിക്കണം, ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ്? അൺലൈക്ക് ആണ്. ഇതിൽ റിമാർക്സ് നമുക്ക് എന്നാ എഴുതാൻ പറ്റും? പവേഴ്സ് ആർ ഡിഫറെന്റ് അല്ലേ? പവേഴ്സ് ആർ ഡിഫറെന്റ്. പവേഴ്സ് ഉദ്ദേശിച്ചത് എന്നാണ്? ഈ സ്ക്വയറിന് എഴുതേക്കുന്നില്ലേ, അതിനെ നമ്മൾ പവർ എന്നാ പറയുന്നത്. അടുത്ത ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. അടുത്ത PQ². PQ²ന്റെ ഫാക്ടേഴ്സ് എഴുതാം. P, Q² എന്ന് പറയുമ്പോൾ 2Q അല്ലേ? അടുത്ത -4PQ². ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? -4 P,
Q² എന്ന് പറഞ്ഞാൽ 2Q. ഇനി ഇവിടെ നോക്കി ഒരു P, താഴെ ഒരു P, മേളിൽ ഒരു P, Q, താഴെ ഒരു Q, മേളിൽ ഒരു Q, താഴെ ഒരു Q. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ നോക്കണ്ട, ഇവിടെ സെയിം ആണ്. അപ്പൊ അവരെന്നാന്ന് എഴുതാം? സെയിം ആണ്, ഇവര് ലൈക്കാണ്. മനസ്സിലായോ? അപ്പം എക്സാമിന് എന്തൊക്കെയാലും ലൈക്കും അൺലൈക്കും ചോദിക്കും. അപ്പൊ നിങ്ങൾ ഒറ്റ ഓട്ടത്തിൽ ചുമ്മാ എടുത്ത് എഴുതരുത്. നിങ്ങൾ ആദ്യം ഇതുപോലെ ഫാക്ടർ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഫാക്ടർ എഴുതിയിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയടിക്ക് എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾ ഇതുപോലൊന്ന് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഒന്ന് എഴുതി ഡിഫറെന്റ് ആയിട്ട് എഴുതിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ലൈക്ക് ആണോ അൺലൈക്ക് ആണോ എന്ന് എഴുതാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.